അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസി പ്രിയ മേരിക്കുട്ടി ഫിലിപ്പോസ് ആന്റിയാണ്. തന്റെ ജീവിതാനുഭവങ്ങൾ നമുക്കൊക്കെ ശ്രദ്ധയോടെ പ്രാർത്ഥന സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ നിങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അത് സമയത്ത് കാണുവാനും അത് ദൈവനാമമഹത്വത്തിനും കാരണമായി തീരും. മാത്രമല്ല, സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ മേരിക്കുട്ടി ഫിലിപ്പോസ് ആന്റിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. എൻ്റെ പേര് മേരിക്കുട്ടി ഫിലിപ്പോസ്. ഞാൻ ജനിച്ചത് പത്തനംതിട്ടയിൽ റാന്നി എന്ന സ്ഥലത്താണ്. ഇപ്പോൾ താമസിക്കുന്നതും റാന്നി സ്ഥലത്ത് തന്നെയാണ്. ഇപ്പം ജോയിൻ ചെയ്യുന്നതും റാന്നിയിൽ നിന്നാണ്. ഭർത്താവിൻ്റെ പേര് AC ഫിലിപ്പോസ്. 5 പെൺമക്കളാണ് എനിക്കുള്ളത്. 5 പേരുടെയും വിവാഹം കഴിഞ്ഞു. 10 കൊച്ചുമക്കളുണ്ട്. ഞങ്ങൾ സന്തോഷമായിട്ട് ആയിരിക്കുന്നു. 4 പേര് കർത്താവിൻ്റെ വേലയിലാണ്. മൂത്ത 4 പേര് കർത്താവിൻ്റെ വേലയിലാണ്. ഇളയ മകളും കുടുംബമാണ് എൻ്റെ കൂടെ. അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. പിന്നെ ബാല്യകാലത്തെക്കുറിച്ച് പറഞ്ഞാൽ, കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വിശ്വാസത്തിൽ വന്ന കുടുംബമാണ്. എൻ്റെ പിതാവ്, മാതാവ്, എനിക്കൊരു സഹോദരി, ഞങ്ങൾ 2 പെൺമക്കൾ. ഞാൻ ഇളയ മകളാണ്. ഞാൻ അങ്ങനെ ബാല്യകാലത്തിൽ എൻ്റെ പിതാവും മാതാവും ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ കുടുംബ വീട്ടിലായിരുന്നു. കുടുംബ വീട്ടിൽ ആയിരുന്നപ്പോൾ പിതാവ് ഒരു വല്ലാത്ത സ്വഭാവക്കാരനായതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങളൊക്കെ ഉണ്ടായി. അതിന് വന്നപ്പോൾ എൻ്റെ പിതാവ് വേറെ ഒരു കൊച്ചു കുടിലുണ്ടാക്കി. അതിനകത്ത് പാഴ്മരങ്ങൾ കൊണ്ടൊക്കെ അതുണ്ടാക്കിയിട്ട് അതിൻ്റെ ഓല മേഞ്ഞിട്ട് ഓല കൊണ്ട് 4 വശവും മറച്ച് അങ്ങനെ ഞങ്ങൾ വേറെ താമസമാക്കി. അങ്ങനെ ജീവിച്ച് വരുമ്പോൾ എൻ്റെ 15-ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് മരിച്ചു. അങ്ങനെ ഞാനും മമ്മിയും പിന്നെ സഹോദരിയും മാത്രമായി. പിതാവിൻ്റെ മരണത്തിന് മുമ്പ് സഹോദരിയെ വിവാഹം കഴിഞ്ഞായിരുന്നു. എങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനമോ സന്തോഷമോ ഉള്ളതായ ഒരു അനുഭവം ഇല്ലായിരുന്നു. എങ്കിലും സ്വർഗത്തിലെ ദൈവം അവിടെയൊക്കെ ഞങ്ങളെ താങ്ങി നടത്തി. അതിനുശേഷം പിതാവ് മരിച്ചതിന് ശേഷം എനിക്ക് എൻ്റെ ഒരു ചിറകൊടിഞ്ഞ ഒരു പക്ഷിയെ പോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടിലായി. എങ്കിലും അതിൻ്റെ മധ്യത്തിലും സ്വർഗത്തിലെ ദൈവം വേദനയുടെയും ഭാരത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും മധ്യത്തിൽ കൂടെ ദൈവം നടത്തി. കത്തോലിക്ക വിശ്വാസത്തിലാണെങ്കിലും എനിക്ക് ദൈവമേ എന്നൊരു ചിന്തയും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെ കഴിയുമ്പോൾ 15-ാമത്തെ വയസ്സിൽ പിതാവ് മരിക്കുമ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ പഠിച്ചതിന് ശേഷം ജയിച്ചു. അതിനുശേഷം വിദ്യാഭ്യാസത്തിന് പിതാവിൻ്റെ അനുജന്മാർ 2 പേര് പുരോഹിതന്മാരാണ് കത്തോലിക്ക സഭയിൽ. അവരെന്നെ സഹായിച്ചു. ടെലികമ്മ്യൂണിക്കേഷൻ പഠിക്കാനൊക്കെ സഹായിച്ചു. വിദ്യാഭ്യാസത്തിനെല്ലാം ശേഷം ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ 22ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വിവാഹത്തിന് ശേഷം എൻ്റെ ഭർത്താവിൻ്റെ വീട് സീതത്തോട്ടിലാണ്. വിവാഹത്തിന് ശേഷം എന്നെ ബീഹാറിൽ കൊണ്ടുപോയി. ബീഹാറിൽ അവിടെ ഞങ്ങൾ താമസിക്കുമ്പോൾ 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു രോഗമായി. ആ രോഗത്തിൽ കൂടി കടന്നുപോയി. അങ്ങനെ ആ രോഗത്തിൻ്റെ അവസ്ഥയിൽ കടന്നുപോയ സ്ഥാനത്ത് പിന്നെ വലിയ ബുദ്ധിമുട്ടും ഭാരമൊക്കെ ഉണ്ടായി. അപ്പോഴേ മൂത്ത കുഞ്ഞിനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. ആ സമയത്ത് ഭവനത്തിൽ ഡെലിവറി സമയത്ത് എന്നെ നാട്ടിൽ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ ഡെലിവറി സമയത്ത് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒത്തിരി തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും ദൈവം എന്നെ സഹായിച്ചു. അതിനുശേഷം ഡെലിവറി കുഞ്ഞിനെയായിട്ട് ഭവനത്തിൽ വന്നതിന് ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്ക് സന്ധ്യയായപ്പോൾ ഒരു അസ്വസ്ഥതയുണ്ടായി. ആ സമയത്ത് ഞാൻ വയലൻ്റായി. രാത്രി മുഴുവനും ഇങ്ങനെ സമയങ്ങൾ ചിലവഴിച്ചു. ആ സമയത്ത് ഇങ്ങനെ
അങ്ങനെ കുഞ്ഞിനെ നോക്കാത്ത അവസ്ഥകളും ആഹാരം കഴിക്കാൻ വയ്യാത്ത അവസ്ഥകളും ഒക്കെ ഉണ്ടായി. അങ്ങനെ എൻ്റെ മാതാവിൻ്റെ സഹോദരിയുടെ സഹോദരിയെ വിവരം അറിയിച്ചു. അവർ മന്ത്രവാദികളെ വീട്ടിൽ കൊണ്ടുവരികയും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ചില ദിവസങ്ങളിൽ അങ്ങനെ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഞങ്ങൾ ഒന്നിനെ പിടിച്ചു കെട്ടുമ്പോൾ അവർ 9 കയറ്റി വിടുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ പിതാവിൻ്റെ പിതാവും പിതാവിൻ്റെ മൂത്ത ജ്യേഷ്ഠനും ഒക്കെ മന്ത്രവാദം ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അവരിൽ നിന്നൊക്കെ ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തോ എൻ്റെ ജീവിതത്തിലും അത് എന്നെ ബാധിച്ചു. അങ്ങനെ ആ മന്ത്രവാദത്തിൻ്റെ ഫലത്താലാണ് ഞാനിങ്ങനെ രോഗിയായി തീർന്നത്. അതുകൊണ്ട് അങ്ങനെ അവരങ്ങനെ പറഞ്ഞു. പിന്നെ അവരങ്ങ് പോയെങ്കിലും അതിന് ശേഷം നേർച്ചകളും കാഴ്ചകളും കത്തോലിക്ക വിശ്വാസം അനുസരിച്ചുള്ള നേർച്ചകളും കാഴ്ചകളും ഒക്കെ നടത്തി അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൻ വന്ന് എന്നെ പിന്നെയും ബീഹാറിന് കൊണ്ടുപോയതിന് ശേഷം ആ ലോകത്തിൽ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പിന്നെ അവിടുന്ന് രണ്ടാമത്തെ കുഞ്ഞ് പ്രഗ്നൻ്റായി. അന്നേരം നാട്ടിൽ പ്രസവത്തിന് കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അതുപോലെ അസ്വസ്ഥതയൊക്കെ ഉണ്ടായി. അപ്പോൾ അന്ന് ആ മന്ത്രവാദികൾ പറഞ്ഞു, അവർ സേവിക്കുന്ന ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇനി അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പം അവരുടെ ആ ശക്തിയെ വിളിച്ച് ചന്ദനത്തിരി കത്തിച്ച് അതിനോട് വിഷയങ്ങൾ പറഞ്ഞാൽ മതി, അപ്പം വിടലുണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നാളുകൾ അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് നേർച്ചകളും കാഴ്ചകളും അത് ഇങ്ങനെ ഓരോ പുണ്യ സ്ഥലങ്ങളിൽ പോയി സന്ദർശിക്കുകയൊക്കെ ചെയ്തു. എങ്കിലും എനിക്ക് രോഗത്തിന് ഒരു മാറ്റവും വന്നില്ല. ആ രോഗം ഇങ്ങനെ മൂർധന്യാവസ്ഥയിൽ വന്നിട്ട് മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളായിരുന്നു. പിന്നെ അങ്ങനെ എന്നിട്ട് പിന്നെ ആ നിലയിൽ തന്നെ മുന്നോട്ട് പോയി. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നെ അങ്ങ് ബീഹാറിന് കൊണ്ടുപോയി. മൂന്നാമത്തെ കുഞ്ഞുമായി. അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ കുഞ്ഞിനെ ഡെലിവറി കഴിഞ്ഞു. അങ്ങനെ ഇങ്ങനെ അസുഖമായത് കാരണം എനിക്ക് വളരെയധികം ഭാരവും വേദനയും സങ്കടവും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ജീവിതത്തിൽ മടുപ്പ് തോന്നി. എനിക്കിനി മരിച്ചാൽ മതി, ഞാനിനി ജീവിക്കുന്നില്ല എന്നുള്ള ചിന്തയുണ്ടായി. അങ്ങനെ 3 പ്രാവശ്യം ആത്മഹത്യക്ക് ഒരുങ്ങിയെങ്കിലും മൂന്നാമത്തെ പ്രാവശ്യം എന്നോടിങ്ങനെ ആരോ പറയുന്നു, നീ ഈ പിഞ്ചോമനങ്ങളെ ആരെ ഏൽപ്പിച്ചിട്ടാണ് മരിക്കാൻ ഒരുങ്ങുന്നത്? 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മയാകത്തില്ല, അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കരുതെന്നൊരു ശബ്ദം ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ശരിയാണല്ലോ, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ലല്ലോ, ഇനി ഞാനത് ചിന്തിക്കത്തില്ല. അങ്ങനെ ആ പ്രേരണ അന്ന് വിട്ട് കളഞ്ഞു. അതിനുശേഷം എൻ്റെ മൂന്നാമത്തെ കുഞ്ഞിന് 3 വയസ്സായപ്പോൾ നാട്ടിൽ എന്നെ കൊണ്ടാക്കി. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ആദ്യം കൊണ്ടാക്കിയെങ്കിലും എനിക്ക് അവിടുത്തെ കാലാവസ്ഥ പിടിക്കത്തില്ല, അത് ശീതത്തോടാണ്. അവിടെ വെച്ച് എനിക്ക് അസുഖം കൂടി. പിന്നെ എൻ്റെ മാതാവ് വന്ന് എൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുവന്നു. എൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് വളരെയധികമായ തിക്തമായ അനുഭവങ്ങളുണ്ടായി. എൻ്റെ സഹോദരിയെക്കുറിച്ച് പറഞ്ഞാൽ ഒരു സഹോദര സ്നേഹമോ ഒരു മനസ്സലിവോ ഉള്ളൊരു സ്വഭാവമല്ല. ഒരു തിക്ത അനുഭവങ്ങളാണ് എനിക്ക് എൻ്റെ സഹോദരിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഞാൻ വളരെ വേദനയോടെ ഭാരത്തോടെ അങ്ങനെ അവിടെ കൂടെ താമസിച്ചപ്പോൾ എനിക്ക് ഒരു ഭവനമില്ലല്ലോ, എനിക്ക് സ്വന്തമായിട്ടൊരു സ്വാതന്ത്ര്യമില്ലല്ലോ, ഇങ്ങനെയൊക്കെ കരുതി വിഷമിച്ചിരുന്നപ്പോൾ അമ്മ എൻ്റെ പ്രിയപ്പെട്ടവനെ വിളിച്ച് പറഞ്ഞു, 30 സെൻറ്റ് ഭൂമി തരാം, അവിടെ വന്നൊരു ഭവനം ഉണ്ടാക്കി അവൾക്ക് താമസിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവൻ നാട്ടിൽ വന്നിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് 2 മുറി മാത്രം വെട്ടുകല്ലിൽ വെട്ടി ഒരു ഭവനം പണിതെങ്കിലും അതിൻ്റെ പണിയൊന്നും പൂർത്തീകരിക്കാതെ കൊണ്ട് തന്നെ ഞാൻ വേറെ താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായി. സാഹചര്യം അപ്പോൾ എൻ്റെ സഹോദരിയുടെ ഭർത്താവ് അവധിക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞാനിവിടെ താമസിക്കുന്നില്ല, ഞാൻ മേളത്തെ പെരയിൽ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, കുഞ്ഞെ, ഇത് കർക്കിടക മാസമാണ്, കർക്കിടക മാസത്തിൽ പുലി പോലും പെറ്റിറങ്ങുന്ന മാസമല്ല, അതുകൊണ്ട് 2 ആഴ്ച കൂടെ അല്ല ഉള്ളൂ, അതുകൊണ്ട് ചിങ്ങമാസത്തിൽ പോകാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഇത്രയും നാളും അനുഭവിച്ചതിൽ കൂടുതലൊന്നും അനുഭവിക്കാനില്ലല്ലോ, ഞാൻ മരിക്കുന്നെങ്കിൽ ഞങ്ങൾ പണിത ഭവനത്തിൽ തന്നെ പോയി മരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കർക്കിടക മാസം 14-ാം തീയതി തന്നെ ഇതിനകത്ത് വന്ന് കയറി താമസമായി. അപ്പോൾ സാധനങ്ങളൊന്നുമില്ല, ഇങ്ങനെ ലഭിക്കുന്നത് മുഴുവനും ചികിത്സയ്ക്കായിട്ടും ഇങ്ങനെ മന്ത്രവാദത്തിനായിട്ടും ഒക്കെ ഭർത്താവിൻ്റെ ജോലിക്ക് ലഭിക്കുന്ന നന്മകളെല്ലാം ചിലവായി ഒരു ശൂന്യതയുടെ അവസ്ഥ പോലെ ആയി. എങ്കിലും
അവിടെ പിന്നീട് അതിൻ്റെ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോയെങ്കിലും ദൈവം അത്ഭുതകരമായിട്ട് പിന്നെയും നടത്തി. അതിനുശേഷം അപ്പം ഭവനം പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിലും താമസമായപ്പം കതകൊന്നും വെച്ചിട്ടില്ല. ജനലിന് പ്ലാസ്റ്റിക് ചാക്ക് കൊണ്ട് കതകുണ്ടാക്കി വെച്ചു. അതിനുശേഷം ഓല പിന്നെ വെട്ടിയിട്ട് അതിൻ്റെ മടൽ വെട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ 2 സൈഡും ഇങ്ങനെ ഓല മെടഞ്ഞിട്ട് അതിൻ്റെ വരിക പിരിച്ച് കെട്ടിയിട്ട് അതിങ്ങനെ ഒരു മറയായിട്ട് അടച്ചു അങ്ങനെ കുറേ നാൾ, ഒരു 5-6 മാസത്തോളം അങ്ങനെ കഴിഞ്ഞുകൂടി. അപ്പോഴേ ഞാൻ തന്നെ ഉള്ളല്ലോ എന്ന് പറഞ്ഞ് അമ്മ കയറി എൻ്റെ കൂടെ വന്നു. 1 വർഷം എൻ്റെ കൂടെ താമസിച്ചു. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് ഞാൻ വയ്യാത്തത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാനോ കുഞ്ഞുങ്ങൾക്ക് ആഹാരം വെച്ച് കൊടുക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ ആയതുകൊണ്ട് അമ്മ വന്ന് 1 വർഷം താമസിച്ചെങ്കിലും എനിക്ക് ഉറക്കമില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിൻ്റെതായ ഏടുകളിൽ ഒത്തിരി കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ, ഒത്തിരി തിക്ത അനുഭവങ്ങൾ, ഭാരങ്ങൾ, വേദനകൾ. ആരോടും തുറന്നു പറയാൻ എനിക്ക് ആരുമില്ല. എന്നെ സ്നേഹിക്കാനും എന്നെ കരുതുവാനും എനിക്ക് ആരുമില്ല. ഭർത്താവിൻ്റെ വീട്ടുകാരെല്ലാം ഓർത്തഡോക്സുകാരാണ്. അവർ ഞങ്ങളോട്ട് അങ്ങനെ വലിയ സഹകരണമൊന്നുമില്ല. അവർ ദൂരമായതുകൊണ്ട് അവരങ്ങനെ വരവുമില്ല. അപ്പം പിന്നെ എനിക്ക് ആരോടും ഒന്നും പറയാനില്ല. അപ്പോഴെല്ലാം ദൈവസന്നിധിയിൽ ഇരുന്ന് കരയും. അങ്ങനെ ഒരു ദിവസം സന്ധ്യയ്ക്ക് എൻ്റെ 3ാമത്തെ കുഞ്ഞിന് 3 വയസ്സ് പ്രായം കഴിഞ്ഞ സമയത്ത് ഞാനിങ്ങനെ കുഞ്ഞുങ്ങളും ഞാനുമായിട്ട് കിടന്നു. ഉറങ്ങാതെ കിടക്കുമ്പോൾ രാത്രിയിൽ 1 മണി സമയത്ത് ഞാനൊരു സൗണ്ട് കേട്ടു. മകളെ, നിന്നെ സൃഷ്ടിച്ച ഒരു പിതാവുണ്ട്. ആ സ്വർഗത്തിലിരിക്കുന്ന പിതാവിനോട് നിന്റെ കാര്യങ്ങളെ പറയുന്നുവെങ്കിൽ നിന്നെ വിടുവിക്കുവാൻ ശക്തനാണെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ആ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഇത് മനുഷ്യൻ്റെ ശബ്ദമല്ലല്ലോ. ഏതായാലും അതിലൊരാശ്വാസം എൻ്റെ ഹൃദയത്തിന് വന്നു. ഞാൻ മാസങ്ങൾക്ക് ശേഷം അന്ന് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് എൻ്റെ മാതാവിനോട് പറഞ്ഞു, നമുക്ക് ദേശത്ത് പരിശുദ്ധാത്മാവ് നടത്തുന്ന കൂട്ടായ്മകളുണ്ട്, എനിക്ക് കടന്നു പോകണം. അപ്പോൾ എൻ്റെ മാതാവ് പറഞ്ഞു, പിന്നെ കത്തോലിക്ക സഭയിൽ നിന്നും വേറൊരു സഭയിലേക്ക് പോയാൽ അത് പിന്നെ ഉപ്പാപ്പന്മാർക്ക് നാണംകേടല്ലേ, അവർ കത്തോലിക്കലെ പുരോഹിതന്മാരല്ലേ, അപ്പോൾ അവർക്കത് നാണംകേടാ എന്ന് പറഞ്ഞ് എന്നോട് തടസ്സം പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മന്ത്രവാദികളെ വീട്ടിലിരുത്തി അവരുടെ പൂജയും കാര്യങ്ങളും ചെയ്തപ്പോൾ അവരുടെ മുഖത്ത് കരിവേറണ്ടില്ലേ? അതൊന്നും എനിക്ക് വിഷയമല്ല. എനിക്കൊരു വിടുതൽ വേണം. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തണം. ഞാൻ പോവുക എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് കടന്നുപോയി. ആ കൂട്ടായ്മയ്ക്ക് കടന്നുപോയ സമയത്ത് കൂട്ടായ്മ അത് പെന്തക്കോസ്തിൻ്റെ കൂട്ടായ്മ ഇവിടെ ഞങ്ങളുടെ അടുത്ത് അങ്ങനെ ഇല്ലായിരുന്നു. അതൊരു മർത്തോമാ കൂട്ടായ്മയായിരുന്നു. എന്നാലും അവിടെ പെന്തക്കോസ്തിലെ പാസ്റ്റേഴ്സൊക്കെ വരുമായിരുന്നു. അവരൊക്കെ എന്നോട് ഇങ്ങനെ ദൈവത്തിൻ്റെ ആലോചനകളൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ അവിടെ എനിക്ക് പെട്ടെന്നൊരു ബ്ലീഡിങ് ഉണ്ടായി. ആ ബ്ലീഡിങ് വന്ന സമയത്ത് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത ഒരവസ്ഥയായി. അപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി സഹോദരിയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ്, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ഇവിടെ അടുത്തൊരു പെന്തക്കോസ്ത് ആലയമുണ്ട്, അവിടുത്തെ ആൻറ്റിയും പാസ്റ്ററും പ്രാർത്ഥിക്കുന്ന, നീ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം രാവിലെ എൻ്റെ കുഞ്ഞുങ്ങളെ ഒരുക്കി പെയ്യെ നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. 1 മാസത്തോളം എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്കിലും ഞാൻ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ അവിടെ ചെന്നു. ആലയത്തിൽ ചെന്നു ആൻറ്റി എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ അനുഭവിച്ചതായ കാര്യങ്ങളെല്ലാം ദൈവാലോചനയായിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ അനുഭവിച്ച വേദനകളും ദുഃഖങ്ങളും മറ്റുള്ളവരിൽ നിന്ന് അനുഭവിച്ചതായ പീഡകളും മറ്റുള്ളവരിൽ നിന്ന് അനുഭവിച്ചതായ തിക്ത അനുഭവങ്ങളും മറ്റുള്ളവരിൽ നിന്ന് അനുഭവിച്ചതായ ശകാരങ്ങളും കൂർത്ത മൂർത്ത അമ്പുകൾ പോലെയുള്ള വാക്കുകൾ അവർ പറഞ്ഞതും എല്ലാ വിഷയങ്ങളും, എൻ്റെ രോഗത്തിൻ്റെ വിഷയങ്ങളും എൻ്റെ എല്ലാ അവസ്ഥകളും പിന്നെ ആൻറ്റി ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവിടെ വെച്ച് തന്നെ ഞാൻ ദൈവസന്നിധിയിൽ എണീറ്റ് സമർപ്പിച്ചു. അങ്ങനെ WMEയിലെ ഒരു പാസ്റ്ററുടെ ആലയമായിരുന്നു. അവിടെ എഴുന്നേറ്റ് ഞാൻ സമർപ്പിച്ചു. ഇനിയും ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി, എൻ്റെ ജീവിതം കർത്താവിനായി ഒഴിഞ്ഞു വെക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ബലത്തോടെ ഭവനത്തിൽ കടന്നു വന്നു. ഞാൻ മാതാവിനോട് വിഷയങ്ങളെല്ലാം പറഞ്ഞപ്പോൾ മാതാവ്
ഉപ്പാപ്പന്മാരെ അറിയിച്ചു. അവർ രണ്ടും കൂടെ ഭവനത്തിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ബൈബിൾ ഇങ്ങനെ എൻ്റെ മേശപ്പുറത്തിരിക്കുമായിരുന്നു. ഇതെടുത്ത് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, ഇത് പൊക്കി പിടിച്ചുകൊണ്ട് പിന്നെ സുവിശേഷത്തിനെന്നും പറഞ്ഞ് ഈ ഞങ്ങളുടെ എറമ്പിലൂടെ പഞ്ചായത്ത് റോഡുണ്ട്, ആ റോഡിന് അപ്പുറത്തോട്ട് കടന്നേക്കല്ലെന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ ഞാനൊന്നും പറഞ്ഞില്ല. അവരവരുടെ പ്രാർത്ഥന കഴിച്ചിട്ട് അവരങ്ങ് പോയി. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. അതിനുശേഷം എൻ്റെ ഈ രോഗം ഇങ്ങനെ വർദ്ധിച്ച് വരുവാണ്. അപ്പോൾ ഞാൻ മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥകളായി. പിന്നെ അപ്പോൾ ഈ രോഗത്തിന് മാറ്റമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ അച്ഛനെ വിവരങ്ങളെല്ലാം അറിയിച്ചിട്ട് എന്നോട് പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ ഉപവാസ പ്രാർത്ഥന നടത്താമെന്ന് പറഞ്ഞു. ഉപവാസ പ്രാർത്ഥന നടത്തി. അങ്ങനെ ദൈവമക്കൾ കടന്നു വന്നു. ഉപവാസവും പ്രാർത്ഥനയും നടത്തിയപ്പോൾ എന്നിൽ നിന്ന് എന്തോ ഒരു പൈശാചിക ശക്തി വിട്ടുപോകാൻ ഇടയായി തീർന്നു. അപ്പോൾ ആ മന്ത്രവാദത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും ഫലമായി എന്നിൽ വ്യാപരിച്ചിരുന്ന ഒരു ദുഷ്ടശക്തിയാണ് എന്നെ രോഗിയാക്കി തീർത്തതെന്നും ആ രോഗത്താൽ ഞാൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടതാണെന്നും അതിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു എന്നുള്ളതായ ആ അവസ്ഥയിൽ എനിക്ക് പൂർണ്ണമായി ഒരു വിശ്വാസം ദൈവത്തിൽ അർപ്പിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ നടത്തിപ്പും ദൈവത്തിൻ്റെ കാവലും ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. ഞാൻ അച്ഛന് അപ്പോഴും ബീഹാറിൽ നിന്ന് അവധിക്ക് വന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ അവധിക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് പോയി സ്നാനപ്പെടാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ജലത്തിൽ സാക്ഷിപ്പാൻ ഇടയായി തീർന്നു. ഭർത്താവിൻ്റെ വീട്ടിൽ ഞങ്ങൾ കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ അവിടെ അച്ഛൻ്റെ മൂത്ത സഹോദരനും ഈ ഒരു താല്പര്യത്തിൽ അവർ സ്നാനപ്പെട്ടില്ല, എങ്കിലും ഈ ഒരു താല്പര്യത്തിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ അവിടെ 3 ദിവസം ഉപവാസ പ്രാർത്ഥന ഞങ്ങൾ നടത്തി. അവിടെ തന്നെ ഭർത്താവിൻ്റെ വീടിനടുക്കലുള്ള ആറ്റിൽ തന്നെ സ്നാനപ്പെട്ടിട്ട് മടങ്ങി വന്നപ്പോഴേക്കും ഞങ്ങൾ സ്നാനപ്പെട്ടു എന്ന് ദേശമെല്ലാം അറിഞ്ഞു, കുടുംബക്കാരെല്ലാം അറിഞ്ഞു. പ്രശ്നങ്ങളായി, പ്രതികൂലങ്ങളായി, വിഷയങ്ങൾ വർദ്ധിപ്പാൻ തുടങ്ങി. അത് വലിയ പ്രശ്നങ്ങളായിട്ട്, വെല്ലുവിളികളായി. ഞാൻ ഉപവാസ പ്രാർത്ഥന നടത്തുമ്പോൾ എൻ്റെ പേരപ്പൻ്റെ 2 ആൺമക്കൾ ഭവനത്തിന് പുറകിൽ വന്നിങ്ങനെ രാത്രി മുഴുവൻ ഇരുന്നു. എന്നിട്ട് അവരെപ്പോഴാണ് ഇറങ്ങിപ്പോയെന്ന് ഞാൻ കണ്ടില്ല. അവർ ഇറങ്ങിപ്പോയിട്ട് രാവിലെ കയറി വന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങളിവിടെ പുറകിൽ ഇരിപ്പുണ്ടായിരുന്നു, നിന്നെ അടിക്കാൻ വന്നതാ. ഞാൻ ചോദിച്ചു, എന്നിട്ട് നിങ്ങളെന്താ കയറി വരാഞ്ഞേ? ഞാൻ സമ്മതിക്കാമായിരുന്നല്ലോ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാമായിരുന്നല്ലോ എന്നൊക്കെ അവരോട് പറഞ്ഞു. പക്ഷെ അവരൊന്നും പറയാതെ പിന്നെ അങ്ങ് ഇറങ്ങിപ്പോയി. അങ്ങനെ വലിയ വെല്ലുവിളിയും വലിയ പ്രശ്നങ്ങളുമായി. ദാവീദിൻ്റെ അഭിഷേകം വീണപ്പോൾ ദാവീദിൻ്റെ ശത്രുക്കൾ വർദ്ധിച്ചെന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൽ ദേശം മുഴുവനും എനിക്കെതിരായി, കുടുംബക്കാർ മുഴുവനും എനിക്കെതിരായി. 13 വർഷം എൻ്റെ കുടുംബത്തിലുള്ളവർ എന്നോട് സഹകരിച്ചിട്ടില്ല. എൻ്റെ മാതാവ് പോലും എന്നോട് സഹകരിക്കത്തില്ലായിരുന്നു, സഹോദരിയും കുടുംബവും അങ്ങനെ ആരും എന്നോട് സഹകരിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഒരു വലിയ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിലാണ് ഞാൻ ജീവിതത്തിൽ കടന്നുപോയത്. ഒറ്റപ്പെട്ടതിൻ്റെ അവസ്ഥയിൽ കൂടി കടന്നുപോയി. അങ്ങനെ WMA മദറും പാസ്റ്ററും കടന്നു വരികയും എനിക്ക് കൈത്താങ്കൾ തരികയും പ്രാർത്ഥിക്കുകയും അങ്ങനെ ചെയ്തു. ഏപ്രിൽ 1985 ഏപ്രിലിൽ ഞാൻ സ്നാനപ്പെട്ടു. അതിനുശേഷം പ്രാർത്ഥിച്ചു, എനിക്ക് അഭിഷേകത്തിനുണ്ട് പ്രാർത്ഥിച്ചു. ഡിസംബർ 85 തന്നെ ഡിസംബർ മാസത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ എന്നെ നിറച്ചു. അങ്ങനെ കർത്താവ് പ്രാർത്ഥനാവരം എനിക്ക് തന്നു. അനേകർക്ക് വേണ്ടി കരയുവാനും പ്രാർത്ഥിക്കുവാനും അനേക കുടിലുകൾ കയറി ഇറങ്ങുവാനും ഒക്കെയും കർത്താവ് എന്നെ സഹായിച്ചു. അങ്ങനെ ഒരു വലിയ ദൈവിക സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് എനിക്ക് ഇടയാക്കി തീർന്നു. അങ്ങനെ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ, ജീവിതത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളിലും ഭാരങ്ങളിലും കടന്നു പോകുന്നവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ വേദനകൾ അറിയുന്ന, നമ്മുടെ ഭാരങ്ങൾ അറിയുന്ന നമ്മുടെ കർത്താവ് നമ്മൾക്ക് വേണ്ടി നമ്മളെ സഹായിക്കുവാൻ, നമ്മളെ കരുതുവാൻ, നമ്മളെ വിടുവിക്കുവാൻ ശക്തനാണെന്ന് എൻ്റെ അനുഭവത്തിൽ കൂടി പറയുവാൻ എനിക്ക് കഴിയും. അത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയിൽ എന്നെ കർത്താവ് നിർത്തി. ദൈവത്തിൻ്റെ സ്തോത്രം. അത് ഞാൻ നിന്നതല്ല, എൻ്റെ കർത്താവ് എന്നെ നിർത്തിയതാ. അത്രമാത്രം പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വെല്ലുവിളികളും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന അനുഭവങ്ങൾ എനിക്കുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സ്തോത്രം. അത് ദൈവത്തിൻ്റെ പ്രവൃത്തി, ഹല്ലേലൂയ, അത് കാണുവാൻ കർത്താവ് എനിക്ക് സഹായിച്ചു. അതിനുശേഷം ഭവനത്തിൽ ചൊവ്വാഴ്ച
പ്രാർത്ഥന ആരംഭിച്ചു. അങ്ങനെ അനേക ആത്മാക്കൾ കടന്നു വരികയും വിടുവിക്കപ്പെടുന്ന അവസ്ഥകൾ, കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുവാൻ ഇടയായി തീർന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ കാണുവാൻ കർത്താവ് കൃപ തന്നു. അതിനുശേഷം മൂത്ത മകളുടെ വിവാഹം, അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ മകളുടെ വിവാഹം, അങ്ങനെ കുഞ്ഞുങ്ങളെ എല്ലാം വിവാഹം കഴിച്ചയച്ചു. മൂത്ത കുഞ്ഞുങ്ങൾ 4 പേരും കർത്താവിൻ്റെ വേലയിലാണ്. ഒരാൾ 2 പേര് ഇവിടെ നാട്ടിൽ തന്നെയാണ്. ഒരാൾ രാജസ്ഥാനിൽ, ഒരാൾ കോതമംഗലത്ത് ശാരോൻ്റെ ശുശ്രൂഷയിൽ. അങ്ങനെ 4 കുഞ്ഞുങ്ങളും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഇവിടെ എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 4.5 വർഷമായി. അത് കാരണം എൻ്റെ ഇളയ മകളുടെ കുടുംബം എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ അങ്ങനെ സന്തോഷമായിട്ട് കഴിയുന്നു. എന്നാൽ ഇതിൻ്റെ ഇടയിൽ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ വിവാഹമൊക്കെ അയച്ചെങ്കിലും അഭിഷേകമൊക്കെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ ശത്രുവിൻ്റേതായ കണികൾ ഭയങ്കരമായിട്ട് പിന്നെ എനിക്ക് നേരിടുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഇങ്ങനെ അപശബ്ദങ്ങൾ കേൾക്കുകയും ഒരു വ്യക്തി പറയുന്നത് പോലെ വന്ന് ദുഷ്ടനായ പിശാച് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്ന അനുഭവങ്ങളൊക്കെ നേരിട്ട് ഉണ്ടാകുവാനിടയായി തീർന്നിട്ടുണ്ട്. ഒരു ദിവസം ഞാനിങ്ങനെ കിടക്കുമ്പോൾ എന്നോട് വന്നു, ഞാൻ നിന്നെ ഭ്രാന്തിയാക്കുമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ എന്തിനാ ഭ്രാന്തിയാക്കാൻ വരുന്നത്? ഞാൻ എൻ്റെ യേശുപ്പച്ചൻ്റെ പൈതലാ, എന്നെ ഭ്രാന്തിയാക്കാൻ നിനക്ക് പറ്റത്തില്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞു, പിന്നെ എനിക്ക് വണ്ടിക്കൂലി വരണം പോകാൻ. ഞാൻ പറഞ്ഞു, നിന്നെ അയച്ചെടുത്തി എന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ അത് ഇവിടുന്ന് പോയി. അതിനുശേഷം എൻ്റെ മാതാവിൻ്റെ അനുജത്തിക്ക് അങ്ങനെ ഭ്രാന്തുണ്ടായി. ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയിട്ടതായിട്ടൊക്കെ ഞാൻ അറിഞ്ഞു. അങ്ങനെ എല്ലാ വിഷയങ്ങളിലും ദൈവം എന്നെ സഹായിക്കുന്നതിന് കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ 4ാമത്തെ മകള് വിശ്വാസത്തിൽ വന്നതിന് ശേഷമാണ് 4ാമത്തെ മകള് ജനിച്ചത്. അപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നിലത്ത് കാല് മുട്ടിയിട്ടില്ല, വെള്ള വസ്ത്രം ധരിച്ച് ഇത് ഇങ്ങനെ മുരിങ്ങക്ക പോലെ ഇത് തലമുടി വിരിഞ്ഞു കിടക്കുന്ന ഒരു ശക്തി ഇങ്ങനെ തിണ്ണയിലോട്ട് കയറി വരുന്നതായിട്ട് എൻ്റെ കാഴ്ചയിൽ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ച് ശാസിച്ചു. അപ്പോൾ അതിനുശേഷം കോഴിക്കോട് എനിക്ക് ഒത്തിരി കോഴി ഉണ്ടായിരുന്നു. ആ കോഴിക്കൂട്ടിൽ വളരെ ശബ്ദം കേട്ടു. ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ ഒരു കോഴിയുടെ കാല് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ എങ്ങനെ അതിൻ്റെ ജോയിൻറ്റിന് അടത്തിയെടുക്കുന്നത് അതുപോലെ അടത്തിയെടുത്തങ്ങ് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ആ കോഴിക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് അതിനെ മഞ്ഞളും ഉപ്പും ഒക്കെ പുരട്ടി ഒരാഴ്ച അതിനെ ശുശ്രൂഷിച്ചു. അത് എഴുന്നേറ്റ് ഒരു കാലിലൊക്കെ കുത്തി നടക്കും. അങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടായി. അതിനുശേഷം ഞാനിങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് കടന്നു പോയിട്ട് വന്ന് സന്ധ്യയായപ്പോൾ ഞാൻ കുളിക്കുവാൻ ഒരു തൊട്ടി വെള്ളം എടുത്ത് മുറ്റത്ത് വെച്ചിട്ട് ഭവനത്തിൽ കയറി വന്നു. ഇച്ചിരി കുഞ്ഞുങ്ങളുടെ അടുക്കൽ ഇരുന്നു ശകലം കഴിഞ്ഞപ്പോൾ ഒരു സൗണ്ട് കേട്ടു മുറ്റത്ത്. ആ തൊട്ടി കിടുങ്ങുന്ന സൗണ്ട് കേട്ടപ്പോൾ ഞാനിങ്ങനെ അന്ന് അരക്കഥ കാണാം. അപ്പം ഞാൻ അരക്കഥ മാത്രമേ അടച്ചിട്ടുള്ളൂ. ആ കതകിൻ്റെ അറിവ് ഒന്ന് നോക്കിയപ്പോൾ ഈ തൊട്ടി ഇങ്ങനെ ആരോ ഈ വെള്ളം കമത്തി കളഞ്ഞിട്ട് ആരോ വലിച്ചുകൊണ്ട് പോകുന്നതായിട്ട് കാണുവാനിടയായി തീർന്നു. അതിങ്ങനെ പുരയിടത്തിൽ കൂടി വലിച്ച് റോഡിനപ്പുറത്ത് ഇറക്കി അടുത്ത പുരയിടത്തിനകത്തോട്ട് കൊണ്ടുപോയി. അങ്ങനെ പുരയിടത്തിൽ കൊണ്ടുപോയിട്ട് അത് അവിടെ കൊണ്ട് കമത്തി വെച്ചിരുന്നു. അത് പിന്നെ രാവിലെ എഴുന്നേറ്റ് ചെന്ന് നോക്കിയപ്പോൾ ആ അടുത്ത പുരയിടത്തിൽ ഒരു ഈടിയുടെ പുറത്ത് കൊണ്ട് കമത്തി വെച്ചിരുന്നു. അങ്ങനെ വളരെ വളരെ ശത്രുവിൻ്റെ ആരവാരവും ദുഷ്ടൻ്റെ പീഡയും അല്ലെങ്കിൽ വളരെ വളരെ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനിടയായി തീർന്നു. എങ്ങനെ മുന്നോട്ട് നീങ്ങും, എങ്ങനെ ആയിത്തീരുമെന്നൊക്കെയും ചിന്തിക്കുന്ന അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ആരോടും തുറന്നു പറയാൻ, ആ വേദനകൾ പറയാൻ എനിക്ക് ആരുമില്ല. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയാണല്ലോ എന്നിങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിലും ദൈവം എനിക്ക് അനേക ദൈവമക്കളെ ഒരുക്കി തന്നു. ദൈവം എനിക്ക് അനേക പിതാക്കന്മാരെ, അനേക മാതാക്കളെ ഒക്കെ എനിക്ക് ഒരുക്കി തന്നു. ആദ്യ സമയങ്ങളിൽ തിക്തമായ അനുഭവങ്ങളായിരുന്നെങ്കിലും പിന്നീട് എൻ്റെ വിശ്വാസം വർദ്ധിക്കുവാനും വിശ്വാസത്തിൽ വളർച്ച ഉണ്ടാകുവാനും ആ വളർച്ചയിൽ കൂടി കാര്യങ്ങളൊക്കെ ഉപവാസവും പ്രാർത്ഥനയും ആരാധനയും ഇങ്ങനെ മുന്നോട്ട് പോകാനും കർത്താവ് എന്നെ സഹായിച്ചു. അതുകൊണ്ട് അങ്ങനെ വന്നപ്പോൾ ഞാൻ ഉപവാസ പ്രാർത്ഥനകൾ വീട്ടിൽ ക്രമീകരിക്കും. അങ്ങനെ ആരാധനയ്ക്ക് ആത്മാക്കൾ കടന്നു വരും. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ പ്രതികൂലം വർദ്ധിച്ചു. എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവ് അത് പരിസരത്തൊക്കെ വന്ന് നിന്ന് എന്നെ വെല്ലുവിളിക്കുന്ന അവസ്ഥകളൊക്കെ എനിക്കുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിലും ദൈവം എന്നെ നിർത്തി.
അതിൻ്റെ അവസ്ഥകളൊക്കെ ഇങ്ങനെ കടന്നുപോയി. എന്നാൽ അതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു വിഷയം നടന്നു. ഞാനിങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ വന്ന് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവന് ബീഹാർ ജോലി സ്ഥലത്ത് നിന്ന് ഒരു ഭ്രാന്തനെ പോലെ ഭവനത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. അവൻ കടന്നു വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു 7 ദിവസമായി എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇറങ്ങി എവിടൊക്കെയോ ചുറ്റി നടന്നിട്ട് 7 ദിവസം കഴിഞ്ഞ് അവിടുന്ന് ബീഹാറിൽ നിന്ന് തിരിച്ചു ഇവിടെ വന്നു വരികയായിരുന്നു. കയ്യിലൊന്നുമില്ല, ഉടുത്തിരുന്ന പാൻറ്റും ഷർട്ടും അല്ലാതെ ഒന്നുമില്ലായിരുന്നു. ഒരു തുവാല പോലും കയ്യിലില്ലാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ അതിൻ്റെ മുമ്പിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇങ്ങനെ എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയൊക്കെ ദൈവം എന്നോട് സംസാരിക്കുമായിരുന്നു. അത് ഇറങ്ങിയ സമയത്താണെങ്കിലും കർത്താവിനെ വചനത്തിൽ കൂടി സംസാരിച്ച് ബലപ്പെടുത്തുമായിരുന്നു. ഇങ്ങനെ ഉപ്പാപ്പന്മാരൊക്കെ വന്ന് ശല്യം കിട്ടുമ്പോൾ അപ്പോഴൊക്കെ കർത്താവിനോട് വചനത്തിൽ കൂടെ പറയും, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്നത് ദൈവമാ, മരിച്ചവരും മണ്ണിറങ്ങുന്നവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല, ജീവനുള്ള നാം ദൈവത്തെ സ്തുതിക്കും. അങ്ങനെ വിശ്വസിക്കാൻ സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇങ്ങനെയൊക്കെ വചനങ്ങൾ കർത്താവ് എനിക്ക് തന്നെ എന്നെ ബലപ്പെടുത്തുമായിരുന്നു. അത് ഇപ്പോഴും ദൈവം എനിക്ക് വേണ്ടി ഞാൻ കൂടുതലായി വിഷമിക്കുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് വചനങ്ങളെ തന്ന് ബലപ്പെടുത്തും. അങ്ങനെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും അനുഭവിപ്പാൻ കർത്താവ് എനിക്ക് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. അതെ, എന്നാൽ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഞെരുക്കമുണ്ടായിരുന്നു, അവരുടെ വസ്ത്രത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 4ാമത്തെ മകള് 5 വയസ്സായപ്പോൾ 5ാമത്തെ കുഞ്ഞുണ്ടായി. എന്നാൽ അവരെ പഠിപ്പിക്കാനും ഒക്കെ ഒത്തിരി ഞെരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും പ്രാർത്ഥിച്ചു, ഉപവസിക്കും, പ്രാർത്ഥിക്കും, ദൈവം എനിക്ക് വേണ്ടി ചില ജീവിതങ്ങളെ ഒരുക്കി തരും. അങ്ങനെ ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. അവർക്ക് ആവശ്യമായ വസ്ത്രം, അവരെ പഠിപ്പിക്കാനുള്ളതായ പണം, പിന്നീട് അങ്ങനെ ഓരോ കാര്യങ്ങളിലും ദൈവം തന്നു. അങ്ങനെ തന്ന് അവരെ പഠിപ്പിച്ചു. 4ാമത്തെ മകളും നേഴ്സിംഗ് പഠിച്ചു, 5ാമത്തെ മകളും നേഴ്സിംഗ് പഠിച്ചു. എങ്കിലും ഇപ്പോൾ 2 പേർക്കും ജോലിയില്ല. 4ാമത്തെ മകളും കർത്താവിൻ്റെ വേലയിലാണ്. അങ്ങനെ ഈ മകൾ എൻ്റെ കൂടെയാണ്. അവൾക്കൊരു കൊച്ചു കുഞ്ഞുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ പാർക്കുന്നു. എങ്കിലും ഓരോ ദിവസവും ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയുവാൻ കർത്താവ് കൃപ തന്നു. അനേക ഇടങ്ങളിൽ കുടിലുകൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാനും ഇടയായി തന്നു. അങ്ങനെ മുൻപോട്ട് പോയി. അതിനുശേഷം ഞാൻ ഭവനത്തോട് ചേർന്ന് എനിക്ക് കുടുംബസ്വത്തിൽ എല്ലാം എനിക്ക് കിട്ടിയില്ല. എൻ്റെ ജീവിതത്തിൽ പിന്നെ 1 ഏക്കർ 1.25 ഏക്കർ വസ്തു ഉണ്ടായിരുന്നു. എങ്കിലും എനിക്ക് 18 സെൻറ്റ് ഭൂമി മാത്രമേ തന്നുള്ളൂ. അതിനകത്ത് 5 സെൻറ്റ് ഭൂമി ഞാൻ ദൈവസഭയ്ക്കായിട്ട് എഴുതി കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ മുറ്റത്ത് തന്നെയാണ് അതേ സഭയിൽ കർത്താവ് ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭ ഞങ്ങൾക്ക് തന്നു. ആത്മാക്കളെത്തുന്നു. സഭ അങ്ങനെ വളരെ സന്തോഷമായി അനുഗ്രഹമായിട്ട് പോകുന്നു. അത്രത്തോളം ദൈവം ഞങ്ങളെ നടത്തിയ ദൈവത്തിൻ്റെ കരുണയ്ക്കായി നന്ദി പറയുന്നു. ദൈവം നടത്തുന്ന വിധങ്ങളല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും പറയുവാനില്ല. ദൈവം അല്ലെങ്കിൽ കഷ്ടതകളും ഭാരങ്ങളും വേദനകളും കടന്നു വരുമ്പോൾ കണ്ണിലും ഉപവാസവും വിശ്വാസവും അല്ലാതെ എനിക്ക് കൈമുതലായിട്ട് ഒന്നുമില്ലായിരുന്നു. എനിക്കൊരു ഭാരം ഒരാളോട് പറയുവാനില്ല. അങ്ങനെ ഒത്തിരി തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ജീവിതത്തിൽ ഒരു പാഠം പഠിക്കുവാനിടയായി തീർന്നു. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് അങ്ങനെ പഠിക്കുവാനിടയായി തീർന്നു. അങ്ങനെ അതുകൊണ്ട് അന്നൊന്നും ആരോടും ഈ വേദനകളൊന്നും പറയത്തില്ല. രാത്രിയുടെ ആമകൾ എഴുന്നേറ്റിരുന്ന് കരയും, കർത്താവിനോട് ഇരുന്ന് പറയും. അപ്പോൾ കർത്താവ് എന്നോട് സംസാരിക്കും. അപ്പോൾ കർത്താവിൻ്റെ ശബ്ദം ഞാൻ കേൾക്കും. അങ്ങനെ ഓരോ ദിവസവും ശബ്ദം കേൾക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ എനിക്ക് കൃപ തന്നു. അങ്ങനെ ഓരോ ദിവസങ്ങളിലും കർത്താവ് കൈപിടിച്ചെന്നെ നടത്തുന്ന ഒരവസ്ഥയായിരുന്നു എനിക്ക്. അതെ, ആ കർത്താവിൻ്റെ മാർവിൽ ചാരി ആശ്വസിക്കുന്ന ഒരവസ്ഥയായിരുന്നു എനിക്ക്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിലോ ഏതെങ്കിലും വിഷയത്തിലോ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്ത് ചെല്ലുന്നുവെങ്കിൽ, കർത്താവിനോട് കാര്യങ്ങൾ പറയുന്നുവെങ്കിൽ നിശ്ചയമായി
കൃത്യമായിട്ട് നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ് നമ്മുടെ യേശുപ്പച്ച. യേശുപ്പച്ചനെ കുറിച്ചല്ലാതെ എനിക്കൊന്നും പറയാനില്ല. എൻ്റെ യേശുപ്പച്ച എന്നെ നടത്തി, എൻ്റെ യേശുപ്പച്ച എന്നെ വിടുവിച്ചു. രോഗങ്ങൾ വരുമ്പോൾ അത് ഞങ്ങൾ ഭവനം പണിയുമ്പോഴാണെങ്കിലും കുഞ്ഞുങ്ങൾക്കൊക്കെ അസുഖമായിരുന്നു. അതുപോലെ തന്നെ ആലയത്തിൻ്റെ പണിയുടെ സമയത്തും കുഞ്ഞുങ്ങൾക്കൊക്കെ അസുഖം വരുമായിരുന്നു. അങ്ങനെ ഒന്ന് മാറി ഇങ്ങനെ രോഗങ്ങളാൽ ഞങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നു. അവിടെയൊക്കെ യേശുപ്പച്ചയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോഴെല്ലാം യേശുപ്പച്ച ഇറങ്ങി വന്ന് അങ്ങനെ ഞങ്ങൾക്ക് വിടുതൽ തരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള കഷ്ടങ്ങളുണ്ടെങ്കിൽ, ഭാരങ്ങളുണ്ടെങ്കിൽ, സഹായിപ്പാൻ ആരുമില്ലെങ്കിൽ യേശുപ്പായുടെ അടുക്കലേക്ക് കടന്നു എന്ന് ആമേൻ വിഷയങ്ങളിൽ പറയുന്നുവെങ്കിൽ യേശുപ്പ വിടുവിക്കുവാൻ ശക്തനാണ്. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമാണ്. അത് എൻ്റെ തിക്ത അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ അത് പറയാൻ വയ്യാത്ത വിഷയങ്ങൾ പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത്രമാത്രം വേദനയും കണ്ണീരും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപയാണ് എന്നെ നിർത്തിയത്. ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഞാൻ ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ ആ സൂക്ഷിപ്പിലാണ് ഞാൻ നടക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ദൈവം തലമുറകളെ അതുപോലെ തന്നെ അവരുമായിരിക്കുന്ന സ്ഥാനത്ത് അവരും ഒത്തിരി രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർക്ക് വേണ്ടി കരഞ്ഞ് അവരൊക്കെ കർത്താവ് വിടുവിക്കും. അങ്ങനെ കർത്താവിൻ്റെ വിടൽ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങളിലും കാണുവാൻ ഓരോ ദിവസവും ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്ന അത്ഭുതത്തിൻ്റെ നടത്തിപ്പിനെ ഓർത്ത് നന്ദി പറയുകയാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ പിന്നെയും സമർപ്പിക്കുകയാണ്. ദൈവം ഇത്രത്തോളം ഞങ്ങളെ നടത്തി പിന്നെയും നടത്തുവാൻ ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, അങ്ങനെയുള്ളതായ കാര്യങ്ങളിൽ എല്ലാം കർത്താവിൻ്റെ കൃപ തന്ന് നടത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. ദൈവം പിന്നെയും തുടർന്ന് ഞങ്ങളെ നടത്തുവാൻ ശക്തനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവം ആഗ്രഹിക്കുന്ന ആളുകൾ പിന്നെയും ആയിത്തീരുവാൻ ദൈവത്തിൻ്റെ കരങ്ങൾ എന്നെ സമർപ്പിക്കുന്നു. ദൈവം വിശ്വസ്തൻ എന്ന് തന്നെ, വിളിച്ച ദൈവം വിശ്വസ്തൻ എന്ന് തന്നെ പറയുവാൻ തക്കാണ് എൻ്റെയും ജീവിതത്തിൽ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്ന വിധങ്ങൾക്കായി നന്ദി പറയുന്നു. അങ്ങനെ എല്ലാ പ്രേക്ഷകരോടും ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് രക്ഷിക്കപ്പെടാത്ത അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവമക്കളാകുവാൻ ആമേൻ ദിവസവും ദൈവം അവരെ സഹായിക്കട്ടെ. മാത്രമല്ല, വിശ്വാസത്തിൽ കടന്നു വന്നതിന് ശേഷം അലിയുന്ന അവസ്ഥകളാണെങ്കിൽ, ഉഴലുന്ന അവസ്ഥയാണെങ്കിൽ, വിടലില്ലാത്ത അവസ്ഥയാണെങ്കിൽ അതേ അവർക്ക് ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ ധാരാളം അവരിൽ പകരട്ടെ. ഒരു നാളും ഞാൻ നിന്നെ അനാഥരായി കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ നാളുകളിൽ ഹല്ലേലൂയ ഭാരങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് ഓരോ ദിവസവും മുന്നേറുവാൻ പ്രേക്ഷകർക്ക് കർത്താവ് ഇടയാക്കട്ടെ. അതിനായി ഹല്ലേലൂയ ദൈവം സഹായിക്കട്ടെ. അതിനായി ദൈവത്തിൻ്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അതെ, ഈ നാളുകളിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എൻ്റെ മൂത്ത മകളുടെ 2 കുഞ്ഞുങ്ങളും ജോലി ലഭിച്ചു. രണ്ടാമത്തെ മകന് രാജസ്ഥാനിൽ MDU പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മകൾ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. മറ്റ് കുഞ്ഞുങ്ങളൊക്കെ കൊച്ചുമക്കളാണ്. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് കർത്താവ് എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് ആ അളവിൽ കർത്താവിൻ്റെ മിനിസ്റ്ററി ചെയ്ത് കുഞ്ഞുങ്ങളുമെല്ലാം ഒരുമിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. അതാണ് എൻ്റെ ആഗ്രഹം. അതാണല്ലോ ഏറ്റവും വലുത്. അതുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിൽ വിഷയങ്ങളെല്ലാം സമർപ്പിച്ച് ഈ നാളുകൾ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോഴും അനേകർക്ക് വേണ്ടി കരയുവാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും കർത്താവിനെ സഹായിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടെ എന്നെ സമർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, അപ്പൻ്റെ പ്രിയമകളായി ജീവിപ്പാൻ, കർത്താവിൻ്റെ ഹിതം സമ്പൂർണ്ണമായി നിറവേറ്റപ്പെടുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ നാളുകളിൽ ദൈവം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന അളവിൽ അടിങ്ങളെ തീർക്കേണ്ടതിന് കർത്താവിൻ്റെ ദാസനും കുടുംബവും പ്രേക്ഷകരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെ ദൈവം നടത്തിയ വിധങ്ങൾ ത്തിനായി നന്ദി പറയുന്നു. അതെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും കർത്താവിൻ്റെ ദാസൻ എന്നെ വിളിച്ച എന്നെ ഇതിനെ ഒരുക്കിയ കർത്താവിൻ്റെ ദാസനും ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. അതെ, എന്നെ ഇതിനകത്ത് പരിചയപ്പെടുത്തിയത് രാജേന്ദ്ര പ്രസാദ് എന്ന ഒരു ദൈവദാസനാണ്. ആ കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ ആ സാന്നിധ്യം പിന്നെയും അനുഭവിച്ച് മുന്നേറേണ്ടതിന് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദൈവമക്കൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗീയ പിതാവേ, കർത്താവ് ചെയ്ത നന്മകളെക്കുറിച്ച് പറയുവാൻ കർത്താവ് ഒരുക്കത്തെ നല്ല സമയത്തിനായ സ്തോത്രം. കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ എങ്ങനെ ആത്മീയകൂടത്തിൽ നിൽക്കുമെന്ന് പോലും ചിന്തിച്ചായ സ്ഥാനങ്ങളിൽ, അതേ വെല്ലുവിളിച്ച സ്ഥാനങ്ങളൊക്കെയും കർത്താവ് എന്നെ നടത്തിയ വിധങ്ങൾ
അത്ഭുതമന്ത്രി വീരനാം ദൈവമാവുന്ന ദൈവത്തിൻ്റെ കരുതലുകൾ തൻ്റെ ജനത്തോട് പറയുവാൻ എന്നെ ഒരുക്കിയ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപ ധാരാളം തന്ന് നടത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. എന്നെ കേട്ടതായ ദൈവമക്കൾക്ക് കർത്താവെ, അവർ ഇതുപോലെയുള്ളതായ ഭാരത്തിൽ കൂടി കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് അവരുടെ വിവാഹത്തിനൊക്കെയും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം അവർക്ക് വേണ്ടതായ വഴികളെ തുറന്നു കൊടുത്ത് അവരെ സഹായിക്കണമേ. കർത്താവിൻ്റെ കരങ്ങളിൽ അല്ലെങ്കിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അരോമ ടിവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കായും പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ദാനിയേൽ പാസ്റ്ററും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ ടിവിയിൽ കർത്താവെ അനേകരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇടയായിട്ടുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും കൂടി ഇരിക്കണമേ. ദൈവത്തിൻ്റെ കരങ്ങളിൽ വഹിക്കണമേ. ദൈവത്തിൻ്റെ കൃപ ധാരാളം പകർന്ന് എല്ലാ പ്രേക്ഷകരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. എനിക്ക് സമയം തന്ന കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും നന്ദി പറയുന്നു. കേട്ടതായ എല്ലാ ദൈവമക്കളോടും നന്ദി പറയുന്നു. എല്ലാ പ്രേക്ഷകരോടും നന്ദി പറയുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഒരു പ്രാവശ്യം കൊണ്ട് താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു പ്രിയ മേരിക്കുട്ടി ആൻറ്റി. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം നടത്തിയതായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആൻറ്റി ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ആക്ഷൻ കാണിക്കുന്നതെല്ലാം വീഡിയോയിൽ വരും. അവിടെ നിന്നൊന്നും ഇപ്പം പറയരുത്. ആൻറ്റി ഇങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുക, വേറെ ഒന്നും ചെയ്യരുത് കേട്ടോ. ഞാനിപ്പോൾ ഒരു കൺക്ലൂഷൻ പറയുകയാണ്. ആ സമയത്തും ആൻറ്റിയുടെ വീഡിയോ ഇവിടെ ആവശ്യമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, താങ്ക് യു മേരിക്കുട്ടി ആൻറ്റി. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടി വി ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ദൈവം എത്ര നല്ലവനെന്ന ജീവിതത്തിൽ രുചിച്ചറിയുവാൻ ദൈവം നടത്തിയതായ വഴികളിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. നമ്മുടെ ബുദ്ധിയോ നമ്മുടെ കഴിവോ നമ്മുടെ പരിചയമോ അല്ല നാം ഇന്ന് വരെ എത്തിച്ചേർന്നത്. പകരം ദൈവം നമ്മളെ കൊണ്ടുവന്നതാണ്. ദൈവം നമ്മെ നിർത്തിയതാണ്. ദൈവത്തിന്റെ കരുതൽ കൊണ്ട് ഒന്ന് മാത്രമാണ് നാം ഇന്നിവിടെ ആയിരിക്കുന്നത്. പ്രിയ ആന്റിയുടെ ജീവിതത്തിലെ കർത്താവ് വിധത്തില് അത്ഭുതങ്ങളെ ചെയ്തതോർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. സ്തോത്രം. പ്രത്യേകിച്ച് ജനിച്ചു വളർന്ന ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവിനെ കണ്ടുമുട്ടുവാൻ വേണ്ടിയിട്ട് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടു. മാതാപിതാക്കന്മാർക്കോ സഹോദരങ്ങൾക്കോ ആർക്കും തന്നെ താല്പര്യമില്ലാത്ത ഒരു തീരുമാനം പിന്നത്തേതിലെടുത്തു. വീട്ടിലെ മന്ത്രവാദമോ മറ്റേത് തെറ്റായ പ്രവൃത്തികളോ ചെയ്യുന്നതിന് തടസ്സമല്ല, പകരം പെന്തക്കോസ്തിൽ പോകരുത് എന്നൊരു നിർബന്ധം മാത്രമായിരുന്നു അവിടെ അവർക്കുണ്ടായിരുന്നത്. എന്നാൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടുവാൻ പ്രിയ മേരിക്കുട്ടി ആന്റിയുടെ ജീവിതത്തിലെ കർത്താവ് കൃപ ചെയ്തു. ദൈവം അതിൽ പ്രസാദം ഉണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നീട് ഇങ്ങോട്ട് ശാരീരികമായി പല ആരോഗ്യ പ്രശ്നങ്ങളും നേരിട്ടു. പിശാച് തകർത്ത് കളയുവാൻ തക്കവണ്ണം ഒരു ഭയങ്കര വെല്ലുവിളി നടത്തി, അല്ലെങ്കിൽ ഒരു മൽപ്പിടുത്തം നടത്തി. അവസാനം വിട്ടുപോകാനെ കൊണ്ട് പിശാച് വണ്ടിക്കൂലി ചോദിച്ച ആ സംഭവമൊക്കെ ഞാൻ കേട്ടപ്പോൾ എനിക്ക് വളരെ ചിരി വന്നു. സ്തോത്രം. പിശാച് വണ്ടിക്കൂലി ചോദിച്ച് ഞാൻ വിട്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് സംസാരിക്കുന്നതായ ആ ഒരു സാഹചര്യം. എന്തായാലും പിശാച് വിട്ടുപോയി. ആ വിഷയത്തിലൊക്കെ ദൈവം വിടുതൽ തന്നു. ഇന്ന് സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഈ പ്രായത്തിലും കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. മാത്രമല്ല ദൈവം ദാനമായി തന്ന മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ എല്ലാവരും കർത്താവിലുള്ള പ്രത്യാശയിലും വിശ്വസ്തയോടെ കർത്തൃ ശുശ്രൂഷയിലും വിവിധ ഇടങ്ങളിലും വടക്കേ ഇന്ത്യയിലും ഒക്കെ ആയിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. അത് തന്നെ വലിയൊരു അനുഗ്രഹമല്ലേ? സ്തോത്രം. അത് തന്നെ വലിയൊരു സാക്ഷ്യമാണ്. ആ നിലയില് മക്കളൊക്കെ ആയിരിക്കുന്ന ഇടത്ത് കർത്താവ് അവരെ സഹായിക്കട്ടെ, സൂക്ഷിക്കട്ടെ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വാത്സല്യ കുടുംബത്തെ ദൈവം തിരഞ്ഞെടുത്തല്ലോ. ഇത്രത്തോളം സമയം വിലപ്പെട്ട സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ടതായ സമയങ്ങൾ വേർതിരിച്ച് അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം കടന്നു വന്നതിന് വാത്സല്യ മാതാവിനുള്ളതായ നന്ദി, സ്നേഹം, കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അരോമ ടി വി പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരനുഗ്രഹമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളെ അറിയിക്കൂ. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം
എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുന്നതിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.